അങ്കത്തിൻ്റെ ദിവസം വന്നെത്തി. വൈശാഖ് 2 ദിവസങ്ങളായി ഒരു തയ്യാറെടുപ്പിലായിരുന്നു. ഒരു കുരിശ് കത്തിയുമായി കുറ്റിത്താടി ജോഷുവ ബൈക്കിൽ വൈശാഖിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ സ്ഥലത്ത് പോയി. അതൊരു വിജനമായ കുന്നായിരുന്നു. വൈശാഖ് വരേണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ വന്നില്ലെങ്കിൽ താൻ ഭീരുവാണെന്ന് അവൻ കരുതും. കുറ്റിത്താടിക്കാരൻ വന്നവടെ വൈശാഖ് ഓടി വന്ന് അവനെ ചവിട്ടി. കുറ്റിത്താടിക്കാരൻ അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറ്റിത്താടിക്കാരനും ബൈക്കും തെറിച്ചുപോയി. കുറ്റിത്താടിക്കാരൻ ഓടി വന്ന് വൈശാഖിനെ ഇടിച്ചു. വൈശാഖ് അവനെ ചവിട്ടി. കുറ്റിത്താടിക്കാരൻ വിട്ടില്ല. അവൻ വൈശാഖിൻ്റെ ചെവിയിൽ പിടിച്ചു മാന്തി. വൈശാഖിൻ്റെ ചെവിയിൽ നിന്നും ചോര വന്നു. വൈശാഖ് കുറ്റിത്താടിക്കാരൻ്റെ മുഖത്ത് മാന്തി. കഴുത്തിൽ പിടിച്ചു. രണ്ടാളും മറിഞ്ഞു വീണു. വൈശാഖിനായിരുന്നു കൂടുതൽ ശക്തി. കുറ്റിത്താടിക്കാരന് കുറെ അടികിട്ടി. അവൻ തളർന്നു വീണപ്പോൾ വൈശാഖ് അവനെ നിർത്താതെ ചവിട്ടി. കുറ്റിത്താടി ജോഷുവ തൻ്റെ അരയിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് വൈശാഖിനെ കുത്തി. വൈശാഖിൻ്റെ വയറിൽ നിന്നും ചോര പുഴ പോലെ ഒഴുകി. കുറ്റിത്താടിക്കാരൻ പേടിച്ചുപോയി. അവൻ വൈശാഖിനെ ബൈക്കിലിരുത്തി ആളുകളുള്ള സ്ഥലത്തെത്തിച്ചു. ആളുകൾ അവനെ ആശുപത്രിയിൽ കൊണ്ടാക്കി. വൈശാഖിനെ കാണാൻ ഒരുപാട് പേർ ആശുപത്രിയിലെത്തി. കുട്ടികൾ, അധ്യാപകർ, പ്രിൻസിപ്പാൾ എല്ലാവരും ഉണ്ട്. ഡ്രൂവും വന്നു വൈശാഖിനെ കാണാൻ. ഡ്രൂ വന്നത് കണ്ട് വൈശാഖിന് വലിയ സന്തോഷമായി. അവൻ ഡ്രൂവിനെ നോക്കി പുഞ്ചിരിച്ചു. ഡ്രൂവും അവനെ നോക്കി പുഞ്ചിരിച്ചു. കുത്തു കിട്ടിയത് നന്നായെന്ന് വൈശാഖിന് തോന്നി. ഡ്രൂ പിന്നെയും 1-2 പ്രാവശ്യം വൈശാഖിനെ കാണാൻ വന്നു. ഡ്രൂ എന്നെ പ്രേമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്ത് കണ്ടിട്ട് അവൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അവൾക്ക് കൊടുക്കാൻ? അവളുടെ മുഖത്ത് നിറച്ചും പ്രേമം. ഇപ്പോഴത്തെ സ്ഥിതിക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളും ഞാനും ഒന്നടക്കുമ്പോൾ അവൾ ഒരു കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നും. ഇതിങ്ങനെ തന്നെ പോകട്ടെ എന്നോ? അവൾക്ക് എന്നോട് പ്രേമം ഉണ്ടെന്ന് അറിയണമോ? അവളുടെ ആ നോട്ടത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് നിരാശയല്ലേ? സിമ്പതി അല്ലേ? അഭിനയമല്ലേ? ഇതൊന്നുമല്ലെങ്കിൽ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വാസനയാണോ? വൃത്തികെട്ട എന്തൊക്കെയോ ഉണ്ട് അതിൽ. അല്ലെങ്കിൽ മരണഭയം ഉള്ളതുകൊണ്ട് തനിക്കങ്ങനെ തോന്നുന്നതോ? ഡ്രൂ വരുമ്പോഴൊക്കെ വൈശാഖിന് എന്തെങ്കിലും കൊണ്ടുവരും. ആപ്പിളോ ഓറഞ്ചോ മറ്റോ. പക്ഷെ അവർ അധികമൊന്നും സംസാരിച്ചില്ല. ഒരു ദിവസം റസിയയും ഡ്രൂവിൻ്റെ കൂടെ വന്നു. അവർ രണ്ടുപേരും വൈശാഖിനെ അവഗണിച്ചുകൊണ്ട് അവിടെ കിടന്ന് ബഹളം വെച്ചു. പേടിത്തൊണ്ടന ഡ്രൂവിൻ്റെ കമൻറ്റ്. അവളുടെ ചിരി കാണുമ്പോൾ താൻ തളർന്നു പോകുന്നു. എൻ്റെ ചങ്കിടിപ്പ് കൂടുന്നു. ഒരു ദിവസം വൈശാഖ് 3-ാം നിലയിൽ ലൈബ്രറിയുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡ്രൂ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഡ്രൂ വൈശാഖിൻ്റെ അടുക്കലേക്ക് ചെന്നു. ഡ്രൂ പതുങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കാറ്റ് പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? ഡ്രൂവിൻ്റെ ശബ്ദം കിളികളുടെ ചിലമ്പൽ പോലെയാണ്. വൈശാഖിന് ആ പരീക്ഷയെക്കുറിച്ച് അറിയാം. ആ പരീക്ഷ ഈ കോളേജിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. തനിക്ക് അവരെ പോലെ ബുദ്ധിയില്ല. പരീക്ഷ എഴുതിയാൽ എവിടെയും എത്തില്ല. മാത്രമല്ല പരീക്ഷ എഴുതാൻ 750 രൂപ അടക്കണം. തൻ്റെ ATM ആകെ 500 രൂപയേ ഉള്ളൂ. ഇല്ല, ഞാനതിൽ പങ്കെടുക്കുന്നില്ല, വൈശാഖ് പറഞ്ഞു. ഡ്രൂവിൻ്റെ മുഖമൊന്ന് വാടിയെന്ന് തോന്നുന്നു. നീ അതിൻ്റെ കോർഡിനേറ്ററാണോ? വൈശാഖ് ഡ്രൂവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു.